നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിച്ച തൃക്കരിപ്പൂരിന്റെ എംഎൽഎ സന്ദീപ് വാര്യർ സംസ്ഥാനത്തെ ഫുട്ബോൾ മേഖലയെക്കുറിച്ചാണ് വാചാലനായത്. കേരളത്തിൽ മലപ്പുറത്ത് ഫുട്ബോളിന് ഏറെ പ്രാധാന്യമുണ്ടെന്നിരിക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മുൻ സർക്കാരുകൾ ശ്രമിച്ചിട്ടില്ലെന്നായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത്. സംസ്ഥാന ബജറ്റിൽ മലപ്പുറത്ത് ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി തുക വകയിരുത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദീപ് വാര്യർ അഭിനന്ദിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഫുട്ബോളിനായി ഏറെ കാര്യങ്ങൾ ചെയ്തത് ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. സന്തോഷ് ട്രോഫി വിജയിച്ചപ്പോൾ സംസ്ഥാനത്തിന് പൊതു അവധി പ്രഖ്യാപിച്ച ചരിത്രം കെ കരുണാകരനുണ്ട്. ഇതിനു പുറമെ സന്തോഷ് ട്രോഫി വിജയിച്ച ടീമിലെ പോലീസ് അംഗങ്ങൾക്ക് പ്രൊമോഷൻ നൽകിയാണ് കെ കരുണാകരൻ സന്തോഷം പ്രകടമാക്കിയത്. ഇതിനു പിന്നാലെ കേരളത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കെ കരുണാകരന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കാണുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമായി പരിണമിച്ചതെന്നും സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങളൊന്നും ഒരുപക്ഷെ ഇടതുപക്ഷത്തെ എംഎൽഎമാർക്ക് ദഹിച്ചു കാണില്ല. ചില എംഎൽഎമാർ എണീറ്റ് നിന്ന് സന്ദീപിന് നേരെ കൂവുകയും ചെയ്തു. അതിൽ എംഎൽഎമാർ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കാം. കാരണം കൂവിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. അതിന്റെ സകല കളിപ്പും പിന്നീട് സന്ദീപ് തീർത്തു. മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് കൂവേണ്ടി വന്നതെന്ന് സന്ദീപ് വാര്യർ തിരിച്ചടിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. പിന്നീടും സന്ദീപ് വിടാൻ ഒരുക്കമല്ലായിരുന്നു. CPM എംഎൽഎമാരെ എടുത്തലക്കാൻ തുടങ്ങിയതോടെ സ്പീക്കർ തിരുവഞ്ചൂരിന് തന്നെ ഇടപെട്ട് സന്ദീപിനെ തടയേണ്ടി വന്നു. ആ പ്രസംഗം കേൾക്കാം. ശ്രീ സന്ദീപ് വാര്യർ, സർ, കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി. സർ, ലോകം മുഴുവൻ ലോക ഫുട്ബോളിന്റെ വലിയ ആവേശത്തിലാണ്. നമ്മളും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സാറിന്റെ 11-ഉം അതുപോലെ മീഡിയ 11-ഉം തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടന്നിരുന്നു. അതിൽ സാറിന്റെ 11 നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സാറിനെ തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. പക്ഷേ നമ്മുടെ ഈ ഫുട്ബോൾ കളിച്ചവരെയാണ് അഭിനന്ദിക്കേണ്ടത്, ഞാൻ കാഴ്ചക്കാരനായിരുന്നു. അല്ല സർ, ഞങ്ങളുടെ നാട്ടിലും ഈ 7 ഫുട്ബോൾ ടീമുകളുടെ മാനേജർമാർക്ക് വലിയ റോളുണ്ട് സാർ. അതുപോലെയാണ്. അതുകൊണ്ട് സാറിന് തന്നെയാണ് അഭിനന്ദനം ഉള്ളത്. സർ, ഈ നമ്മുടെ ഈ ഫുട്ബോൾ സ്നേഹം കേവലം പ്രകടനപരതയിൽ ഒതുങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് വാസ്തവത്തിൽ കഴിഞ്ഞൊരു 30 വർഷത്തെ ചരിത്രത്തെ പരിശോധിച്ചാൽ ഈ കേരളം ഭരിച്ച 2 സർക്കാരുകളും ഫുട്ബോളിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മളൊരു ആത്മപരിശോധന നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ലീഡർ കെ കരുണാകരനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഫുട്ബോളിന് കൊടുത്തൊരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം സർ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ടൊരു സന്തോഷ് ട്രോഫി നേരിട്ട് കാണുന്ന ട്രോഫി കാണുന്നത് VP സത്യൻ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ 19 വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫി ജയിച്ച് ബസ്സിൽ ഈ ട്രോഫി ഇങ്ങനെ വെച്ച് വരുമ്പോൾ പാലക്കാട് കോട്ടമൈതാനത്ത് ഒരു കുട്ടിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഈ സന്തോഷ് ട്രോഫി കാണുന്നത്. അത് വലിയ സന്തോഷം. അതിന്റെ പിറ്റേ ദിവസം കേരളത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചു സർ. അതിന്റെ പിറ്റേ വർഷം മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളം വീണ്ടും ജയിച്ചു സർ. അന്ന് 2-0 മഹാരാഷ്ട്രയെ നമ്മൾ തോൽപ്പിച്ചു. നമ്മുടെ CV പാപ്പച്ചൻ അതിമനോഹരമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഡ്രിബിൾ ചെയ്തിട്ടുള്ള ഒരു ഗോൾ നേടി. അത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആ സന്തോഷ് ട്രോഫി നേടിയപ്പോൾ അന്ന് ട്രോഫി കൊടുക്കാൻ പോയിട്ടുള്ള അന്നത്തെ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി അടുത്ത വർഷം കേരളത്തിലൊരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് കൊച്ചിയിലെ കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയമായി മാറിയത്. അത് മാത്രമല്ല, കേരള പോലീസിലെ അന്ന് കളിച്ചിരുന്ന എല്ലാ കളിക്കാർക്കും പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ലീഡർ വലിയൊരു ഇടപെടൽ നടത്തി. അതുപോലെ തന്നെ സർ, 86-ല് ഇവിടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം നെഹ്റു കപ്പിന് വേണ്ടിയിട്ട് അന്ന് അത് നിർമ്മിച്ചതും ലീഡർ കെ കരുണാകരനായിരുന്നു. പക്ഷേ അതിനുശേഷം ഫുട്ബോളിന് നമുക്ക് ഈ പ്രകടനപരതയ്ക്കപ്പുറം ഫുട്ബോളിന് വേണ്ടി വാസ്തവത്തിൽ ഗവൺമെന്റുകൾ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഒക്കെ സ്റ്റേഡിയങ്ങൾ പറയുന്നത് സർ മലബാറിൽ നിന്ന് ഫുട്ബോൾ പ്രേമികൾ വരുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് മലബാറിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഈ ബജറ്റിലെടുത്ത മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കും സർ. 1-2 കാര്യങ്ങളോട് പറയാണ്ട് സർ. ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. വാസ്തവത്തിൽ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിച്ചാൽ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമായിട്ട് അത് മാറും. 1-2 കാര്യങ്ങൾ പറയണ്ട സർ. ഇവിടെ BJP പ്രതിനിധികൾ ഇരിക്കുന്നുണ്ട്. അവരെ ശ്രദ്ധയ്ക്ക് വേണ്ടി, രാഷ്ട്രീയമില്ല സർ, അവര് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ് സർ. മലബാർ മേഖലയിലെ 7 ഫുട്ബോൾ കളിക്കാൻ വരുന്ന ആളുകൾക്ക്, ഇപ്പൊ വിദേശ താരങ്ങൾക്ക് സാധാരണ മുൻപ് വിസ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ വിസ കൊടുക്കാത്തതുകൊണ്ട് ചില ആളുകൾ ബിസിനസ് വിസയിൽ വന്നു. ഇപ്പൊ അവരെയൊക്കെ തീവ്രവാദികൾ എന്നത് പേര് പോലെ വേട്ടയാടുന്നൊരു സമീപനമുണ്ട്. ആ കൊണ്ടുവന്ന ക്ലബിന്റെ മാനേജർമാർക്ക് മുഴുവൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സർ. അതിന്റെ ഇടപെടൽ നടത്തണം. മറ്റൊരു കാര്യം പറയാനുള്ളത് സർ, എന്റെ നിയോജകമണ്ഡലമായ തൃക്കരിപ്പൂര് ഫുട്ബോളിന് വളരെ പ്രാധാന്യമുള്ള നിയോജകമണ്ഡലമാണ്. ആ ഫുട്ബോളിന്റെ പ്രാധാന്യം പറഞ്ഞാൽ പോയിന്റ് സർ, പോയിന്റോട്ട് വരും സർ. മുഹമ്മദ് റാഫിയും സുരേഷും ഉൾപ്പെടെയുള്ള ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 100 കണക്കിന് ഫുട്ബോൾ താരങ്ങളുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ സർ. അവിടെ നിരവധിയായിട്ടുള്ള ഫുട്ബോൾ ട്രെയിനിങ് സെന്ററുകളുണ്ട്. ഓരോ ദിവസവും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രദേശമാണ് സർ. ലീഡർ കെ കരുണാകരന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി
ഒരു സെന്റർ ഫോർ ഫുട്ബോൾ yes, എക്സലൻസ് yes. തൃക്കരിപ്പൂരിൽ സ്ഥാപിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയണ്ട, നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്ന പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കേണ്ടി വന്നത്, ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ആ തർക്കത്തിൽ പോകണ്ട. ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചുകൊണ്ടാണ് Simple ആയ അപ്പുറത്തിരിക്കുന്നത്. submission അല്ലേ? നിങ്ങൾ അപ്പുറത്തിരിക്കുന്നത് തർക്കത്തിൽ പോകണ്ട. സർ, മെസ്സിയെ കൊണ്ടുവരുന്നത് പറ്റിച്ചിട്ടാണ് സർ അവർ Yes, അപ്പുറത്തിരിക്കുന്നത്. സന്ദീപ് നമ്മൾ ആ തർക്കത്തിൽ പോകണ്ട. സർ അതൊന്ന് പറഞ്ഞോട്ടെ. ലീഡർ കെ അതൊക്കെ കരുണാകരന്റെ വിട്ടു. പേരിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് വേറെയാ, എഴുതി തന്നതും വേറെയാ. ഒരു സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ്, ആ ഫുട്ബോൾ സ്റ്റേഡിയം ഒരു സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ് ആയി തൃക്കരിപ്പൂരിൽ സ്ഥാപിക്കണം. അവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ലോകോത്തര നിലവാരം ഹെൽത്ത് ക്ലബ്ബ്, ശാസ്ത്രീയമായ ഫുട്ബോൾ പരിശീലനം ഉൾക്കൊള്ളണം. സർ ഒരു കാര്യം കൂടി പറയട്ടെ സർ, അവർ ബഹളം വെക്കുന്നുണ്ടാ സർ. ലോകത്തെ ഏറ്റവും വലിയ സെൽഫ് ഗോള് ആന്ദ്രേ എസ്കോബാർ നേടിയ സെൽഫ് ഗോൾ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം PM ശ്രീ പദ്ധതി സഭയിൽ ഉന്നയിച്ചപ്പോ ഈ പ്രതിപക്ഷമാണ് ആന്ദ്രേ എസ്കോബാറിനേക്കാൾ വലിയ സെൽഫ് ഗോൾ നേടിയതെന്ന് എനിക്ക് മനസ്സിലായി സർ. സെൽഫ് ഗോളാണ് സർ അടിക്കുന്നത്. ഈ ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് സർ അവ അപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഗതി നേരിട്ടത്. ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഇന്ത്യൻ ദേശീയ ടീമിനും വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്കുമായി നിരവധി പ്രമുഖ ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്ത പ്രദേശമാണ് മലബാർ. പ്രാദേശിക ടൂർണമെന്റുകളും സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളും സ്കൂൾ കോളേജ് മത്സരങ്ങളും എന്നിവയ്ക്ക് ലഭിക്കുന്ന ജനപങ്കാളിത്തം മലബാർ മേഖലയിലെ ജനങ്ങളുടെ ഫുട്ബോളിനോടുള്ള താല്പര്യം വ്യക്തമാക്കുന്നതാണ്. ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിലും മലബാർ മേഖലയ്ക്ക് വലിയ മേന്മയുണ്ട്. ഈ അനുകൂല സാഹചര്യം കണക്കിലെടുത്താണ് മലബാർ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഈ വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്റ്റേഡിയം, പാർക്കിംഗ്, മീഡിയ സെന്റർ, പരിശീലന മൈതാനങ്ങൾ, സുരക്ഷാ മേഖല, ഹോസ്പിറ്റാലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി കുറഞ്ഞത് 100 ഏക്കറിൽ താഴെ സ്ഥലമെങ്കിലും ആവശ്യമായി വരും. ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന ഭൂമിക്ക് ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത കുറഞ്ഞത്, ഭാവി വികസനത്തിനുള്ള സാധ്യത, നഗര സൗകര്യങ്ങളോട് അടുത്തെങ്കിലും ഗതാഗത കുരുക്ക് കുറവുള്ള പ്രദേശം, വിമാനത്താവളങ്ങളിൽ നിന്ന് ഏകദേശം 60-90 മിനിറ്റുകളിൽ എത്തിച്ചേരാൻ ആകുന്ന സ്ഥലം എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥലലഭ്യത പരിശോധിച്ച് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള പ്രാഥമികമായ നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. മുകളിൽ വിവരിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഭൂലഭ്യതയും മറ്റു സൗകര്യങ്ങളും കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നതാണ്.